ഞാനിങ്ങനെ ഇന്ന് ഡയറി എടുത്തിങ്ങനെ നോക്കിയപ്പോൾ 2-3 വർഷം മുമ്പ് ഞാൻ ഒരു ഡോക്ടറിനെ എൻ്റെ സ്കാൻ റിപ്പോർട്ട് കാണിച്ചതും അവർ പെട്ടെന്ന് 1-2 പോലെ ഇത് കണ്ടിട്ട് ക്യാൻസറാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞതും ഞാനും മോളും കൂടി ഒരു ഒരിടത്ത് പോയിരുന്നിട്ട് ഒരുപാട് നേരം സങ്കടപ്പെട്ടതും ഇനി എന്ത് ചെയ്യും, ഞാൻ അവൾക്ക് ധൈര്യം കൊടുക്കുന്നു, അവൾ എനിക്ക് ധൈര്യം കൊടുത്തരുന്നു, അങ്ങനത്തെ പ്രോസസ്സൊക്കെ ആ ഡയറിയിൽ ഞാനിങ്ങനെ കുറിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഫൈബ്രോയിഡ് ആയിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് പറിച്ച് നട്ടപ്പോഴത്തേക്കും അതിൻ്റെ ഒരു സ്റ്റേജ് കുറച്ചൊന്ന് മാറി. ഓവർ ബ്ലീഡിങ് ആയിരുന്നു. പിന്നെ അത് ഒരു ദിവസം പോലും ബ്ലീഡിങ് ഇല്ലാത്തൊരു കണ്ടീഷനിലെത്തി. പിന്നെ എനിക്ക് കുറച്ച് ഒഫീഷ്യൽ ഇഷ്യൂസൊക്കെ ഉണ്ടായി. വളരെ ശക്തയായ ഒരാളുമായിട്ട്, ഒരു പേഴ്സണുമായിട്ട് ഒഫീഷ്യലി എനിക്ക് ഒന്ന് ശത്രുത നേരിടേണ്ടി വന്നൊരു കേസുണ്ടായി. ആ ടൈമിൽ സ്ട്രെസ് കാരണം ഇത് ഓവർ ബ്ലീഡിങ് ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ എല്ലാം കൂടിയാണ്. പച്ചില, ആയുർവേദം, അലോപ്പതി ഒഴിച്ച് എന്തൊക്കെ നമുക്ക് ചില നേരവും നമ്മുടെ ബുദ്ധിയൊന്നും വർക്ക് ചെയ്യില്ല. കാരണം ഇത് ക്യാൻസർ അല്ലേ, അപ്പോൾ പിന്നെ ഇനി കീമോ, റേഡിയേഷൻ, കൊച്ചിനെ ആരെ നോക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസാനത്തെ ഒരു സ്റ്റേജിലോട്ട് എത്തുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ യോനി ഭാഗത്തുനിന്ന് കഷ്ണം പോലെ, കുഞ്ഞിൻ്റെ തല പോലെ ഇങ്ങനെ തെറിച്ച് വരും. തെറിച്ച് വന്നിട്ട് അത് നമുക്ക് ഒരു 1-2 പാഡിൽ ഒതുങ്ങില്ല. അത് കവർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു. അപ്പം എനിക്ക് ആ ടൈമിലൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ ക്യാബിൻ കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് വാഷ്റൂമിൽ പോവാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടുത്തെ ഒരു അഴിച്ചുപണി എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് വാഷ്റൂം ചുറ്റിപ്പോകേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഗസ്റ്റിൻ്റെ വാഷ്റൂമാണ് യൂസ് ചെയ്യുന്നത്. അവിടുത്തെ സ്റ്റാഫിനെ ഞാൻ എപ്പോഴും ആലോചിക്കും, പാവം അവർ ഓടി വരുമായിരുന്നു. അവർ തമ്മി ആലോചിച്ച് കാണാം, ഒരു ദിവസം ഇവർ എത്ര പ്രാവശ്യമായി വാഷ്റൂമിൽ വരുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ പേഴ്സണൽ ഇഷ്യൂസ്, അതായത് എനിക്ക് ആ സമയത്ത് ഞാൻ ഈ കരുണ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഒരുപാട് മനസ്സിലാക്കി. എനിക്ക് അതായിരുന്നു ലാക്ക് ചെയ്തിരുന്നത് പല സിറ്റുവേഷനിലും. എന്നോട് ഒരിറ്റ് കരുണ, കാരണം സ്നേഹമുണ്ട്, കരുതലുണ്ട്, നീ ഞങ്ങളുടേതാണ്, നീ എൻ്റേതാണ് എന്നൊക്കെ ഉള്ള ഒരു അവകാശം പലരും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കരുണ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മാത്രം എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കി തന്നില്ല. ഞാൻ അവസാനം എൻ്റെ ഒട്ടും പറ്റാത്തൊരു സ്റ്റേജിലാണ് ഞാൻ ഇനി എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്നൊരു സ്റ്റേജിൽ ജിജിയിൽ ഡോക്ടർ അനിത മാമിൻ്റെ മുമ്പിൽ പോയി അങ്ങ് വീഴുമായിരുന്നു. മാം പറഞ്ഞു, ഒരു ക്യാൻസറും ആവില്ല, ഒന്നും ആവില്ല, ഞാൻ ഏറ്റവും പറഞ്ഞു. പിന്നെ സർജറിയുടെ ഒരു ടെൻഷനായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ എനിക്കൊരു ഞാൻ ശീലിച്ച് വന്ന രീതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു. പുതിയ ലൈഫ്, പുതിയ അഴിച്ചുപണി. ഞാനും മോളും, എൻ്റെ മോളെ നോക്കാൻ ഞാൻ എന്തായാലും ഒരു സർജറി ആണല്ലോ, തിരിച്ചു വരുന്നവരെ എൻ്റെ മോളെ നോക്കാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നു. അതല്ലാതെ ആരും വരേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ആരും വന്നതുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കൗൺസിലിംഗ് സെൻറ്റർ തുടങ്ങി. അവിടെ നിന്നുള്ള ഓട്ടം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ദുരന്തങ്ങൾക്കും കാരണം ഞാൻ മാത്രമാണ്. ഈ ഒരു ഫൈബ്രോയിഡിനെ ഇത്രയും വലിയൊരു ട്യൂമറാക്കി മാറ്റിയത് ഞാനാണ്. ക്യാൻസർ അല്ലാതാക്കി മാറ്റി തന്ന ഭഗവാനോട് എപ്പോഴും ഞാൻ നന്ദി പറയാറുണ്ട്. ആരോരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന് പറയുന്ന പോലെ ആയിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതൊന്നും വലിയൊരു, ഈ അടുത്തുമൊക്കെ കുറേ പേര് എന്നോട് ഇതിനെപ്പറ്റി ചോദിച്ചു, എത്ര നാൾ റെസ്റ്റ് എടുക്കണം. ഞാൻ റെസ്റ്റ് എടുത്തിട്ടില്ല. ഞാൻ അന്ന് തൊട്ട് തുടങ്ങിയ ഓട്ടം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച്
എടുത്തു പറയത്തക്ക, നമ്മുടെ ഏജ് കൂടുമ്പം നമുക്ക് ഉണ്ടാകുന്ന കുറേ മാറ്റങ്ങളുണ്ടല്ലോ. അതല്ലാതെ എനിക്കിങ്ങനെ പ്രത്യേകിച്ച് വലിയ അസ്വസ്ഥതകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വലിയൊരു പ്രശ്നമല്ല. പിന്നെ പുരുഷന്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ പെണ്ണുങ്ങളെ, ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ നിന്ന് നിങ്ങൾക്ക് തോന്നുന്ന പെണ്ണുങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കുക. കാരണം ഹോർമോണൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തെ വല്ലാണ്ട് സ്വാധീനിക്കും. നമ്മൾ അന്ന് വരെ കണ്ടിട്ടുള്ള നമ്മളായി മാറണമെന്നില്ല. നമ്മൾ ഒരുപാട് മൂഡ് ഫ്ലക്ച്വേഷൻസും ടാൻട്രംസും ഉണ്ടാവും. ആ സമയത്ത് നമ്മളൊന്ന് ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു വലിയ പുണ്യമായിരുന്നു.